നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. മൂന്നാം ടൈമിലേക്ക് LDF സർക്കാർ പോകുന്നതിൻ്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് MV ഗോവിന്ദൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടായേക്കും. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള തന്ത്രിമാരെ ആദരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കുറഞ്ഞതിൽ CPM-ന് എന്തിനാണ് ഇത്രയും സങ്കടമെന്ന് VD സതീശൻ. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്ന് AK ബാലൻ. സംസ്ഥാന പാത മുള്ളൂർക്കരയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 8 പേർക്ക് പരിക്കേറ്റു. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. വാർത്തകൾ വിശദമായി. മൂന്നാം ടൈമിലേക്ക് LDF സർക്കാർ പോകുന്നതിന്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് MV ഗോവിന്ദൻ. മൂന്നാം ടൈമിലേക്ക് LDF സർക്കാർ പോകുമെന്നതിന്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള സർക്കാരിനെതിരായ വിധിയെഴുത്താകുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണിത്. തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരവും പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാലക്കാട് UDF ജയിച്ചത് എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് ഒരു മഴവിൽ സഖ്യം പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. UDF-ന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും വലിയ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും മുൻപ് തന്നെ പാലക്കാട് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPയാണ്. കോൺഗ്രസിന്റെ വിജയത്തിൽ SDPയ്ക്കും ജമാഅത്തെ ഇസ്ലാമിയയ്ക്കുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിക്കുകയായിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം BJPയുടെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞു. അതിന്റെ ഗുണഭോക്താക്കൾ അവരാണെന്ന് വ്യക്തം. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും യോജിച്ച് പ്രവർത്തിക്കുന്നതാണ് പാലക്കാട് കണ്ടത്. വയനാട്ടിലെ UDF വിജയം പ്രതീക്ഷിച്ചതാണ്. 3 മണ്ഡലത്തിലും BJPയുടെ പരാജയം ആഹ്ലാദമുണ്ടാക്കുന്നതാണ്. പാലക്കാട് ഡോക്ടർ P സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിർത്തി മുന്നോട്ടു പോകുമെന്ന് ഗോവിന്ദൻ അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടായേക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടായേക്കും. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി കേന്ദ്ര നേതൃത്വം കാര്യമായി എടുത്തതാണ് വിവരം. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ K സുരേന്ദ്രന് പാളിച്ച പറ്റിയതായി പാലക്കാടുള്ള പ്രവർത്തകർക്കിടയിൽ അഭിപ്രായമുണ്ട്. ആദ്യം ശോഭ സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. ശോഭ സുരേന്ദ്രന്റെ ഫ്ലെക്സുകൾ വരെ പാലക്കാട് ഉയർന്നിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ശോഭ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാട്ടുകാരനായ C കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയം ഉറപ്പാണെന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ സമയം സന്ദീപ് വാര്യരെ ഒപ്പം നിർത്താൻ കഴിയാത്തതും പുറത്തുപോയി കോൺഗ്രസിൽ ചേർന്നതും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയതായി അണികൾക്കിടയിൽ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചെങ്കിൽ നില മെച്ചപ്പെടുത്താനും ജയിച്ചു കയറാനും കഴിയുമായിരുന്നുവെന്ന് BJPയിലുള്ളവർ തന്നെ അഭിപ്രായമുണ്ട്. നിലവിൽ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവി കാലാവധി കഴിഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ കേന്ദ്ര നേതൃത്വം അറിയിച്ചതിനെ തുടർന്നാണ് തൽസ്ഥാനം തുടർന്നത്. കേരളത്തിൽ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ പാർട്ടിയോട് അടുപ്പിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞില്ലെന്നും പരക്കെ പരാതിയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള തന്ത്രിമാരെ ആദരിച്ചു. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള തന്ത്രിമാരെ യാഗഭൂമിയായ തൃശൂർ ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ വെച്ച് ആദരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഗ്രപൂജ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള തന്ത്രി സമാജം പ്രസിഡന്റ് പുലയന്നൂർ ശശി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രിയായ അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിയെ മന്ത്രി സുരേഷ് ഗോപി പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കുറഞ്ഞതിൽ CPM-ന് എന്തിനാണ് ഇത്രയും സങ്കടമെന്ന് VD സതീശൻ. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറഞ്ഞതിൽ CPM-ന് എന്തിനാണ് ഇത്ര സങ്കടമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-നും BJPക്കും ഒരേ നാവും ശബ്ദവുമാണ്. ശ്രീധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ച 50,000 വോട്ട് ഇത്തവണ 39,000 BJP വോട്ട് ഗണ്യമായി കുറഞ്ഞു. അതിൽ BJPക്കാരേക്കാൾ സങ്കടം CPM-നാണ്.
അന്ന് ശ്രീധരന് കിട്ടിയ വോട്ടിന്റെ നല്ലൊരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടി. അപ്പോൾ ഈ ശ്രീധരന് കിട്ടിയത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ടായിരുന്നു. BJPയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഈ ശ്രീധരൻ പിടിച്ചു. ആ വോട്ടിൽ ഒരു നല്ല ഭാഗം ഇത്തവണ രാഹുൽ തിരിച്ചു പിടിച്ചു. അത് എങ്ങനെയാണ് SDPIയുടെ വോട്ടാകുന്നതെന്നും VD സതീശൻ ചോദിച്ചു. CPM വോട്ട് വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. 1000 വോട്ട് പോലും കൂടിയിട്ടില്ല. 2021 വോട്ടർ പട്ടികയേക്കാൾ 15,000 വോട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തിരിക്കുന്നത്. അതിൽ 7,000-ഓളം വോട്ട് UDFന് കിട്ടി. 3,000 വോട്ടെങ്കിലും CPMന് ലഭിക്കേണ്ടേ? അതും കിട്ടിയില്ല. അതിന്റെ അർത്ഥം CPM വോട്ട് 2021 താഴേക്ക് പോയി. 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടിയത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് ജനങ്ങളെ അപമാനിക്കലാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. 30 വർഷമായി ജമാഅത്ത് ഇസ്ലാമി CPMനൊപ്പമായിരുന്നു. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് വരെ പോയിട്ടുണ്ട്. എന്നിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് BJPക്കൊപ്പം നിന്നുകൊണ്ട് CPM പറയുന്നത്. ഈ പ്രചാരണങ്ങളൊക്കെ പാലക്കാട് തകർന്നു പോയതാണ്. എന്നിട്ട് വീണ്ടും അതേ നറേറ്റീവുമായി മുന്നോട്ടു പോയാൽ 2026 ഈ മഹാദുരന്തം CPMനൊപ്പമുണ്ടാകുമെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്ന് AK ബാലൻ. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. സരിനെ നല്ല രീതിയിൽ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും സംഘടനാ രംഗത്ത് പാർലമെന്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സരിനെ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ സരിൻ എഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കോൺഗ്രസിന് അറിയാമെന്നത് കൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചത്. അതിന്റെ ഗുണം അവിടെ ഉണ്ടായി. 2021 BJPയും LDFും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 13,700 വോട്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 2,400 വോട്ടായി ചുരുങ്ങി. ഈ തെരഞ്ഞെടുപ്പിലും 2,400 വോട്ടായി ചുരുങ്ങിയിട്ടുണ്ട്. ഇത് അത്ഭുതകരമായ മാറ്റമാണ്. 13,700 നിന്ന് 2,400 മാറ്റം ഞങ്ങൾ BJPയെ അതിജീവിച്ച് 1ാം സ്ഥാനത്തെത്താൻ പോകുന്നതിന്റെ പ്രതീതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ നെറികെട്ട സമീപനം ജനങ്ങൾ അംഗീകരിക്കില്ല. കോൺഗ്രസിന്റെ അടിത്തറ ഇളകി. പിണറായി സർക്കാരിനുള്ള അംഗീകാരമാണ് ചേലക്കരയിലെ വിജയം. വയനാട്ടിലെ പിന്നോട്ട് അടിയുടെ കാരണം ദേശീയ നേതാവ് മത്സരിച്ചു എന്നതാണ്, ബാലൻ വ്യക്തമാക്കി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പാത മുള്ളൂർക്കരയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 8 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാന പാത മുള്ളൂർക്കരയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 8 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ട്രാവലർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കര സെന്ററിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. 14 പേരടങ്ങുന്ന സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വഴിക്കടവ് സ്വദേശികളായ പറത്തോട്ടിങ്ങൽ വീട്ടിൽ സദാശിവൻ, ഇവരുടെ കുടുംബാംഗങ്ങളായ സുശീല 58 വയസ്സ്, നിത്യ 41 വയസ്സ്, മോഹനൻ 49 വയസ്സ്, വിജയമ്മ 60, സാവത്രി 52, രാജി 45, അഞ്ജു 27 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്.
നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു. എന്നാൽ ഈ തീരുമാനം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി നടി വീണ്ടും രംഗത്തെത്തിയത്. താൻ നേരിട്ട അതിക്രമത്തിന് നീതി വേണമെന്നും അതിനാൽ പരാതി പിൻവലിക്കില്ലെന്നും SIT നടപടികളുമായി സഹകരിക്കുമെന്നും നടി വ്യക്തമാക്കി. നടന്മാരായ മുകേഷ് MLA, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് നടി ആരോപണവുമായി രംഗത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. നടന്മാർക്കെതിരെ പരാതി നൽകിയതിനു ശേഷം തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിനെതിരെ പോലീസ് നടപടി എടുക്കാത്തത് തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും നടി പറഞ്ഞു. അതുകൊണ്ടാണ് മനമടുത്ത് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം ധൈര്യം നൽകിയെന്നും അവർ കൂടെയുണ്ടെന്നും നടി പറഞ്ഞു. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പരാതി പിൻവലിക്കുകയാണെന്ന് നടി അറിയിച്ചത്. മാധ്യമങ്ങളിൽ നിന്നു പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞിരുന്നു. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു അടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ബലാത്സംഗ കേസിലും സ്ത്രീത്വത്തോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിലും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു പരാതി പിൻവലിക്കുമെന്ന നടിയുടെ പ്രഖ്യാപനമുണ്ടായത്. പരാതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് SITക്ക് കത്തു നൽകുമെന്നും നടി പറഞ്ഞിരുന്നു. തന്നെ കേൾക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പരാതിക്കാരിക്ക് കിട്ടേണ്ട പരിഗണന പോലും തരുന്നില്ല. പോക്സോ കേസിൽ പ്രതിയാക്കി തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സത്യാവസ്ഥ കണ്ടെത്താൻ പോലീസ് തയ്യാറായില്ല. സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം കടുത്ത ആക്രമണം ഉണ്ടായി. തനിക്കെതിരായ കേസിൽ പോലീസ് നേർവഴിക്ക് അന്വേഷിച്ചാലേ പരാതിക്കാരിയായ കേസിലും മുന്നോട്ടുള്ളൂവെന്നുമായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി PMA സലാം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെ അല്ലെന്നും മുഖ്യമന്ത്രിയെയാണെന്നും PMA സലാം വിശദീകരിച്ചു. പാലക്കാട്ടെ UDF ജയത്തിന് പിന്നാലെ കുവൈത്തിൽ PMA സലാം നടത്തിയ പരാമർശമാണ് വിവാദമായത്. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച Dr. P. സരീൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമാണെന്ന് ഇതിലൂടെ വ്യക്തമായെന്നുമായിരുന്നു പരാമർശം. പരാമർശത്തിന് പിന്നാലെ സലാമിനെതിരെ സംയുക്ത പ്രസ്താവനയുമായി സമസ്ത നേതാക്കൾ രംഗത്തെത്തി. സമസ്തയുടെ പണ്ഡിതരെ അപമാനിക്കാൻ സലഫി ആശയക്കാരനായ PMA സലാം മുസ്ലിം ലീഗിനെ മറയാക്കുന്നെന്നും ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നുമായിരുന്നു പ്രസ്താവന. ഇതോടെയാണ് PMA സലാം വിശദീകരണവുമായി രംഗത്ത് വന്നത്. താൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഉദ്ദേശിച്ചല്ല അത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നാണ് വിശദീകരണത്തിൽ PMA സലാം വ്യക്തമാക്കിയത്. സരിനെ അനുഗ്രഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് തന്റെ പ്രസ്താവന എന്നും മറിച്ചുള്ള വാദം മുത്തുക്കോയ തങ്ങളെ അപമാനിക്കാനാണെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. മച്ചാട് ഗ്രാമം പട്ടണമായി മാറുന്നു. മച്ചാട് ഗ്രാമം പട്ടണമായി മാറുന്നു. PG വാഴാനി ടൂറിസം ഇടനാഴി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പുന്നംപറമ്പിന്റെ മുഖച്ഛായ മാറും. തെക്കുംകര പഞ്ചായത്തിലെ കരുമത്ര സെന്റർ മുതൽ മാടക്കത്ര പഞ്ചായത്തിലെ പൊങ്ങണങ്കാട് സെന്റർ വരെയാണ് റോഡ് വീതി കൂട്ടി ടാറിംഗ് ചെയ്യുന്നത്. 17 മീറ്റർ വീതിയിലാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടാറിംഗ് ചെയ്യുന്നത്. ടാറിംഗ് ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി തുടങ്ങി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആധുനിക സൗകര്യങ്ങളോടെ കരുമത്രയിലേക്ക് മാറും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വാഴാനി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കും. 3 സ്റ്റാർ ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ പുന്നംപറമ്പിൽ സ്ഥാനം പിടിക്കും. ഒരിടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ
ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8911862766 9995673426. വാർത്തകൾ തുടരുന്നു. ആൻസുമായി യുവാവ് വടക്കാഞ്ചേരി പോലീസ് പിടിയിൽ. വടക്കാഞ്ചേരി പോലീസ് പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് വൻതോതിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയത്. അങ്കമാലിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്ന 30 ചാക്ക് ഹാൻസ് എന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തത്. മലപ്പുറം സ്വദേശിയായ 37 വയസ്സുള്ള അബ്ദുൾ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്ദീപ് വാര്യരുമായി CPM ചർച്ച നടത്തിയെന്ന് ബിനോയ് വിശ്വം. സന്ദീപ് വാര്യരുമായി CPI ചർച്ച നടത്തിയെന്ന് സമ്മതിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ചയിൽ CPI കുറച്ച് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചെന്നും ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാമെന്നും പറഞ്ഞെന്ന് ബിനോയ് വിശ്വം 24-നോട് സ്ഥിരീകരിച്ചു. പാർട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് തങ്ങൾ സന്ദീപിനോട് പറഞ്ഞിരുന്നുവെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ സന്ദീപിനെ പോലെ ഒരാൾക്ക് നൽകാൻ CPIക്ക് ഒന്നുമില്ലെന്ന് സന്ദീപുമായി സംസാരിച്ച വേളയിൽ തങ്ങൾ വ്യക്തമാക്കിയിരുന്നുവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സന്ദീപ് എന്തുകൊണ്ടാണ് പിന്നീട് തീരുമാനം എടുക്കാതിരുന്നതെന്ന് അറിയില്ല. മുൻപ് CPIയുമായി ചർച്ചകൾ നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ സന്ദീപ് വാര്യർ അതിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി മാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബിനോയ് വിശ്വം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. താൻ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചല്ല ഇത് പറയുന്നത്. കൂറുമാറ്റത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടി മാറ്റം ആകാമെങ്കിലും രാഷ്ട്രീയം പരമപ്രധാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏറെക്കാലത്തിന് ശേഷം CPIM CPI നേതൃയോഗങ്ങൾ ഡൽഹിയിൽ ചേർന്നതിനിടെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. യോഗത്തിൽ കേരളത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഉൾപ്പെടെ ചർച്ചയായെന്നാണ് സൂചന. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയെന്ന കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയെന്ന കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. പുലാക്കോട് തച്ചോത്ത് ഹരിദാസിനെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് മമത കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തിയത്. കേസിൽ പ്രതിയെ പുലാക്കോട് ബസ് സ്റ്റോപ്പിൽ വെച്ച് 9 ലിറ്റർ മദ്യവുമായി 2017 നവംബർ 13-നാണ് പഴയന്നൂർ എക്സൈസ് ഓഫീസർ പിടികൂടിയത്. അനധികൃതമായി 9 ലിറ്റർ മദ്യം ബസ് സ്റ്റോപ്പിൽ വിൽപ്പന നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായി സാധിച്ചില്ല. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് M. ഹരിഹരൻ, രഞ്ജിത രാമചന്ദ്രൻ എന്നിവർ ഹാജരായി. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നതായി K. അജിത് കുമാർ. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടന്തിക്കോട് പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയതായി മുനിസിപ്പൽ കൗൺസിലർ K. അജിത് കുമാർ. ഇതിനെ നേരിടുന്നതിനു വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് K. അജിത് കുമാർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് സോണിലെ മുണ്ടത്തിക്കോട് ഉൾപ്പെട്ട പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായി മയക്കുമരുന്ന് ലോബിയുടെ വലിയ വിളയാട്ടം നടക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലെയും ചെറുപ്പക്കാർ രാത്രികാലങ്ങളിൽ ഓരോ ഒഴിഞ്ഞ പ്രദേശത്ത് പറമ്പുകളിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി പുലർച്ചെ വരെ അവരുടെ പാർട്ടിയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുറേ ആളുകളാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ വീടുകളിൽ തന്നെ പലപ്പോഴും വടിവാളും ഇതൊക്കെയായിട്ട് കുറേ ചെറുപ്പക്കാർ തമ്പടിക്കുകയാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കെതിരെ വാള് വീശുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടശ്ശേരി മേഖലയിൽ വൈകുന്നേരം കാവടി കമ്മിറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന ചെറുപ്പക്കാരെ വടിവാൾ വീശി ഒരു സംഘം ചെറുപ്പക്കാർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ പരാതി പോലീസിലുണ്ട്. അതും നിരന്തരമായ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നുള്ള ചില ആളുകളെ കിലോ കണക്കിന് കഞ്ചാവുമായി കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കോടശ്ശേരി അമ്പലം പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബൈക്കിൽ വന്ന് മയക്കുമരുന്നിൻ്റെ കച്ചവടവും ഉപയോഗവും നടക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് 2 ദിവസം ഇന്നലെ പള്ളിപ്പെരുന്നാളിന് രാത്രി കാലങ്ങളിൽ ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഗുണ്ടാ സംഘങ്ങളെ കൊണ്ടുവന്ന് പ്രദേശത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തുക, വഴിയുള്ള ചെറുപ്പക്കാരെ മർദ്ദിക്കുക, ഒരു കാരണമില്ലാതെയാണ് മർദ്ദിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ
ഒരു പേടിപ്പിച്ച് ആ ഭാഗത്തെ ആളുകളെയൊക്കെ നിഷ്ക്രിയരാക്കി അവരുടെ വ്യവസായം യാതൊരു കുഴപ്പമില്ലാതെ നടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തായാലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 6 മണിക്ക് ഗ്രാമസഭാ ഹാളിൽ ഈ പ്രദേശത്തെ 4-5 വാർഡുകളിലെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റു സന്നദ്ധ സംഘടനകളെയൊക്കെ യോഗം പോലീസിനെയും എക്സൈസിനെയും അറിയിക്കുന്നുണ്ട്. എല്ലാവരെയും അറിയിച്ചുകൊണ്ട് യോഗം വിളിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഈ പ്രദേശത്ത് മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ടോ യാതൊരുവിധ അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഒരു സ്വയം കരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് ഈ പ്രദേശത്ത് മാത്രം പ്രശ്നമല്ല, ഒരുവിധം എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പലരും പേടിച്ചിട്ട് കണ്ടില്ല എന്നടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും അത് ശരിക്കും എല്ലാ പ്രദേശത്തെ ആളുകളും ഇത്തരം കാര്യങ്ങൾ സംഘടിച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നാലേ നിൽക്കൂ. അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പിടിയിലേക്ക് പോവുകയും അവരെ ഈ നാടിനും വീട്ടുകാർക്കും ഒന്നും ഉപകാരപ്രദമല്ലാത്ത രീതിയിലേക്ക് ക്രിമിനൽ സംഘങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിനുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് നാളെ അതിന് മുണ്ടത്തിക്കൂടുന്ന് തുടക്കം കുറിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുണ്ടന്തിക്കോട് ആളൊഴിഞ്ഞ പറമ്പുകളിൽ പാർട്ടികൾ നടക്കുന്നുണ്ട്. നേരം വെളുക്കും വരെ മയക്കുമരുന്ന് ഉപയോഗവും നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് നിരവധി പേർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. നാടിന് വിപത്തായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. 25-ന് തിങ്കളാഴ്ച ഗ്രാമസഭാ ഹാളിൽ വെച്ചാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കെ അജിത് കുമാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ടൈമിലേക്ക് LDF സർക്കാർ പോകുന്നതിൻ്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് MV ഗോവിന്ദൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടായേക്കും. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള തന്ത്രിമാരെ ആദരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കുറഞ്ഞതിൽ CPMന് എന്തിനാണ് ഇത്രയും സങ്കടമെന്ന് VD സതീശൻ. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്ന് AK ബാലൻ. സംസ്ഥാന പാത മുള്ളൂർക്കരയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 8 പേർക്ക് പരിക്കേറ്റു. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.